അതിനായി ശ്രീ നന്ദകുമാർ ചേട്ടൻ, മുൻ വൈശ്യ സമാജ് പ്രസിഡന്റ്, ഭരണസമിതി ഇതിലൊക്കെ അനുവദിച്ച നന്ദകുമാർ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചുള്ളൂ. ശങ്കരൻ ശങ്കരാചാര്യം കേശവം ബാദരായണ സൂത്രഭാഷ്യൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാജ്ഞേതി. एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि. അപ്പോൾ വളരെ ആളുകളൊക്കെ അറിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ സമുദായത്തിലെ ഏറ്റവും നല്ല പൊസിഷനിലേക്ക് പോകുന്ന ജിതിൻദാസിന് എല്ലാ അനുമോദനങ്ങളും. അപ്പോൾ ഈ ജിതിൻദാസിനെ കണ്ടാൽ നമുക്കറിയാം, ഈ ഭാഗവതത്തിലൊക്കെ പറയും വിനയമാണ് വിദ്യയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇത്രയും വിനയമുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ സമുദായത്തിൽ ഇല്ല. ആ വിനയ വിദ്യ നമ്മൾ PhD പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്ത് പഠിച്ചുകൊണ്ടോ കാര്യമില്ല. ആ വിനയം ബഹുമാനിക്കാനുള്ള എന്നും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മുഖം, എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, വിനയമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിദ്യ കൊണ്ട് കിട്ടുന്നത്. വേറെ നിങ്ങൾ എന്ത് പഠിച്ചാലും എത്ര വലിയ ആളായാലും ആ വിനയമില്ലെങ്കിൽ ഒരു കാര്യം ഭഗവാന്റെ കൃപയുണ്ട്. എവിടെ പോയാലും അതുണ്ടാവും. പോയ വഴികൾ മറക്കാതിരിക്കുക. ഈ കാട്ടുങ്ങരമ്മയുടെയും പിന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൻ്റെയും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. ഇനി എത്ര പോയാലും മറക്കാതിരിക്കുക. ദൈവത്തിന് കഴിച്ചിട്ട് ബാക്കിയുള്ള പ്രസാദം കഴിക്കാറുള്ളതാണ് നമ്മളെപ്പോഴും. നമ്മളതന്നെ ചെയ്യുന്നത്. ആ ദൈവത്തിന് നമ്മളോട് പ്രസാദം കഴിക്കാൻ ഇവിടെ തലക്കിടിയാണ്. പായസം വെച്ച് കഴിയുമ്പോൾ കൊണ്ടുപോകാനായിട്ട് തലക്കിടിയാണ്. നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി കഴിക്കണം എന്നതാണ്. അതാണ് പ്രസാദമാകുന്നത്. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനായാലും ദൈവത്തിന് കൊടുക്കാതെ എന്നിട്ട് അതിൻ്റെ പ്രസാദം കഴിക്കുക എന്നുള്ള തത്വം നിങ്ങൾ മറക്കാതിരിക്കുക. എല്ലാം ചെയ്യുന്നുണ്ട് കുറേ പേരൊക്കെ. അപ്പോൾ അതേപോലെ എത്ര ദൂരെ പോയാലും അത് മറക്കാതിരിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. വിശ്വാസം പറയാനൊന്നുമില്ല. എനിക്കൊരു മകനെ പോലെ ആകാം, എനിക്കൊരു കൂട്ടുകാരനെ പോലെ ആകാം. എപ്പോഴൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. എൻ്റെ കണക്കുകളുടെ സംശയം ഉണ്ടെങ്കിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അച്ഛനെ വരെ എനിക്കറിയാം, എൻ്റെ കൂട്ടുകാരനായിരുന്നു, ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ അനുഗ്രഹങ്ങളും ദൈവയുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവും. എല്ലാ ആശംസകളും ലഭിക്കും. ചെറിയ കാര്യമാണെങ്കിൽ പോലും അതൊരു വലിയ ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ പേർക്കെങ്കിലും അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു 10-15 വർഷം മുന്നേ എടുത്ത് നോക്കിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സമുദായം ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാംസ്കാരിക കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും എല്ലാ കുട്ടികളും വളരെ വളരെ ഒന്നിനൊന്നും മെച്ചപ്പെട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 10-15 വർഷം മുന്നേ ഉള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫാർ ബെറ്ററായിട്ടാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അതിന് എന്താണ് കാരണമെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മുടെ സമുദായത്തിൻ്റെ ആൾക്കാരുടെ ആ ഒരു സത്യസന്ധതയിൽ ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള നിഷ്ഠയും ഇത് ബാക്കിയുള്ളവരെക്കാളും ഒരുപടി മുന്നിലാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ വന്നപ്പോഴത്തേക്കും അവരുടെ ആ ഹെറിഡിറ്ററി ആയിട്ടുള്ള ആ ഇൻഹറൻറ്റ് ക്വാളിറ്റീസും പ്ലസ് അവരുടെ എഫേർട്ടും കൂടി വന്നപ്പോഴത്തേക്കും നമ്മുടെ സമുദായം വളരെ വളരെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം നേരത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എൻ്റെ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ എളമക്കരയിൽ ഒരു കാർഷിക അക്കൗണ്ടൻ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടാണ് നമ്മൾ നെല്ലിച്ചേട്ടനെ കണ്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഈ ചുറ്റുവട്ടത്ത് തന്നെ നമ്മുടെ കാർഷിൻ്റെ ഒരു 7ഓളം കാർഷിക അക്കൗണ്ടൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ് പണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു സുമാരൻ ഡോക്ടറാണ് നമ്മുടെ കാർഷികത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ നമ്മുടെ പച്ചാളത്തിൽ നിന്ന് തന്നെ നമുക്ക് മനോരമകളുണ്ട്, വേറെ വടതലയിലുണ്ട്, പിന്നെ പള്ളുരുത്തിയിലെ ഇതൊക്കെ എനിക്കറിയാവുന്നു. അപ്പം നമ്മുടെ സമുദായം ഭയങ്കരമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു സിവിൽ സർവീസ് ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ കുട്ടികൾ ഇനി കടന്നു വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അവിടെ ഈ പറയുന്ന പോലെ എനിക്കൊരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനി അടുത്ത വരുന്ന തലമുറയ്ക്ക് അതൊരു പ്രചോദനമായിട്ട് ഇനി ഒന്നല്ല ഒരു 10 വർഷത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം
ഇത് ഒരു പ്രചോദനമായി തീർന്നാൽ അതാണ് എൻ്റെ സന്തോഷം. അതാണ് എനിക്ക് എൻ്റെ സമുദായത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പം അതിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിൽ എൻ്റെ ഫാമിലിയും സൊസൈറ്റിയും ഇതെല്ലാമാണ് എന്നെ മുന്നോട്ട് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. കാരണം ഈ ഇൻറ്റഗ്രിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ കാസ്റ്റുകാർക്ക് ആ ഉള്ള ക്വാളിറ്റീസ് ഇത് ഭയങ്കര വലുതാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ തിരിച്ചറിഞ്ഞ് വരുന്നു. അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പൈസമാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളുണ്ട്. ഇനി പറയുന്ന പോലെ നമ്മുടെ എല്ലാവരും ഈ പ്രൊഫഷണൽസ് എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ പിള്ളേരെ ഗൈഡ് ചെയ്ത് ഒക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഗുരു പറയുന്ന പോലെ ഒരു ശ്രേഷ്ഠ സമൂഹത്തിലേക്കുള്ള ഒരു പാതയിലാണ് എന്നുള്ള തിരിച്ചറിവ് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് ഇതിലും കൂടുതൽ ആൾക്കാർ കായിക രംഗത്താണെങ്കിലും പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഫഷൻ്റെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തിനെ സേവിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇതിനേക്കാളും കൂടുതലായിട്ട് മുന്നോട്ട് വരട്ടെ. അതിനൊരു പ്രചോദനമായ അതെനിക്ക് ഭയങ്കര സന്തോഷം. ഇത് തന്നെയാണ് എനിക്ക് സമൂഹത്തിന് നൽകാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ചടങ്ങ് സംഘടിപ്പിച്ച സമാജിനും അമ്പലത്തിൻ്റെ സമിതിക്ക് എല്ലാവർക്കും എസ്പെഷ്യലി മനോജേട്ടന് എൻ്റെ അകമഴിഞ്ഞ നന്ദി. ഇവിടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വേറൊന്നുമില്ല, നമ്മളുടെ സമുദായത്തിൽ ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് എൻ്റെ അറിവിൽ ഇപ്പം നിലവിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ജിതിൻ ദാസിന് നമ്മളുടെ വക ഒരു നല്ലൊരു പ്രോത്സാഹനം അല്ലെങ്കിൽ അനുമോദനം കൊടുക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പെട്ടെന്ന് നാളെ ഡൽഹിക്ക് പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് സംഘടിപ്പിക്കണം എന്നുള്ളത് ഒരു വന്നത്. അതുകൊണ്ട് അത് ഓഡിയൻസ് കുറവാണ്. എന്നിരുന്നാലും ഉള്ളവർ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു പ്രചോദനമാണ് ഭാവി തലമുറയ്ക്ക്. ജിതിൻ എത്ര കഷ്ടപ്പാട്, അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൽ നിന്ന് ജിതിൻ ഇത്രയും ഉയർന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ഇന്ന് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. വളരെ നല്ല രീതിയിൽ അച്ഛൻ്റെ പ്രോത്സാഹനം, അച്ഛൻ്റെ പ്രാർത്ഥനയും ഒക്കെ ജിതിന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി ഇതുപോലുള്ള ഈ ഉദ്യോഗസ്ഥന്മാരായിട്ട് നമ്മുടെ ജാതിയിൽ ഉയർന്നു വരണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിന് ഇനിയുള്ള ഈ തലമുറകൾ നല്ല രീതിയിൽ പഠിച്ച് ഇതുപോലുള്ള ഉദ്യോഗം നേടി നമ്മുടെ സമുദായത്തെ നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ഞാൻ ആശംസിക്കുന്നു. എൻ്റെ HOD ആയിരുന്ന അജിത് കുമാർ സാറ് ജിത്തുവിനെ CA ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്നാണ് നമ്മളൊരു ബന്ധു എന്നുള്ളതിന് അപ്പുറത്തായിട്ട് ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ജിത്തുവിൻ്റെ ഒരു എന്തൂസിയാസവും പഠിക്കാനുള്ള ആ ഒരു സാമർഥ്യമൊക്കെ മറ്റൊരാളെന്ന് ഞാൻ അറിയുന്നത് ആദ്യമായിട്ട് അജിത്താണ്. അപ്പോൾ മനോജേട്ടൻ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ജിത്തു ഇത്രയും. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഒരു പദവിയിൽ എത്തിയിട്ട് പോലും ഇപ്പോൾ ജിത്തു കംഫർട്ടബിളായിട്ടുള്ള ജോബിൽ ഷിപ്പ് യാർഡിൽ കയറിയിട്ടും ആ പഠിക്കാനും വീണ്ടും അധ്വാനിക്കാനുമുള്ള ഒരു നിശ്ചയദാർഢ്യം കാണിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ജിത്തു അച്ചീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കിട്ടിയതുകൊണ്ട് ജിത്തു ഇപ്പോഴും ഷിപ്പ് യാർഡിൽ ഇരിക്കുന്നു. അതിനുശേഷം ചാർട്ടേഡ് അക്കൗണ്ട് CA പാസ്സായി, പിന്നെ UPSC ടെസ്റ്റ് പാസ്സായി. ഇനിയും ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ലൊരു കോഴ്സ് കയറി ഇനി നല്ലൊരു സർവീസ് തുടർന്ന് അങ്ങോട്ട് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ജിത്തിനെ ആശംസിക്കുകയാണ്. പിന്നെ ഈ പരിമിതമായ ഒരു സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ നേട്ടം കൈവരിക്കുന്നു അതുണ്ടായിരുന്നു. ഈ അവസരത്തിൽ ഹരിദാസ് നമ്മളോടൊപ്പം സ്ഥാപനമായി ഒന്ന് ഞാൻ വെറുതെ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിദ്യാഭ്യാസം പോകുവാനും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സമുദായത്തിൻ്റെ പുതിയ തലമുറക്കാരാണ് നമ്മൾ. സ്വന്തമായി വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു, സ്വന്തമായി വിദ്യാഭ്യാസം ചെയ്യാൻ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും നമ്മുടെ കുട്ടികൾക്കാർ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരിക്കില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഘട്ടത്തിലാണ് ആൾ.
പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു വിനയത്വം അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും കുട്ടികളെ കാണുമ്പോൾ ആ ഒരു സ്മൈലിംഗ് ഫേസോടുകൂടിയേ കാണാറുള്ളൂ. പക്ഷേ അതിൻ്റെ അർത്ഥം തന്നെ ആ ഒരു ടെൻഷൻ ഫ്രീ ആണ്. ഏത് സിറ്റുവേഷൻ വന്നാലും അതിനെ നന്നായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസാണ് ആ മുഖത്ത് ആ ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവുമായിരുന്നു. കാരണം ഫാമിലി കംഫർട്ടബിൾ ആകുമ്പോഴാണല്ലോ നമുക്ക് എപ്പോഴും പ്ലസൻ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റാണ് ജിത്തുവിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് തീർച്ചയായിട്ടും ഇനിയും ഉയർച്ചകളെ ഉണ്ടാവും. കാരണം നമ്മൾ ശാന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കഴിയുള്ളൂ. നമ്മുടെ മനസ്സ് കൊണ്ട് ശാന്തമല്ലാന്നാണെങ്കിൽ ആ ഒരു പ്ലസൻനെസ് ഉണ്ടാവില്ല. നമ്മുടെ കൂടുതൽ മിക്കവർക്കും പറ്റുന്ന ഒരു പ്രശ്നം അതാണ്. പക്ഷേ നമ്മുടെ മനസ്സെപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ വ്യാപകമായിട്ടും ചിന്തകൾ കൊണ്ടും ടെൻഷൻ കൊണ്ടുമൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തത ഉണ്ടാവില്ല എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു വ്യക്തത കിട്ടാതാകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ്ങായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ സമുദായത്തിൽ തന്നെ പല കുട്ടികളും ഈ CAക്ക് പഠിക്കണമെങ്കിൽ ഞാൻ 1-2 പേരെ എൻ്റെ സ്വന്തമായിട്ട് ആൾക്കാർക്കും അല്ലാതെ എനിക്കറിയാവുന്നതാണ്. ഒരു ലെവൽ വരെ പോകും. അത് കഴിഞ്ഞിട്ട് ടഫാണെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പിന്നെ മാറ്റി വയ്ക്കും. പിന്നെ അതിനുള്ള താല്പര്യം അങ്ങോട്ട് പോകും. ടഫാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിതിൽ കയറുന്നത്. എന്നാൽ പോലും പിന്നീടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവാതെ വരുമ്പോൾ ആൾക്കാർ ബാക്കപ്പ് ആവുന്നത് കാണാം. അങ്ങനെ ഒത്തിരി പേര് ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. എനിക്കറിയാവുന്ന കുറേ പേര്. അപ്പോൾ അവർക്കെല്ലാവർക്കും ജിത്തും കൂടി ഒന്ന് മോട്ടിവേഷൻ ആവട്ടെ, ജിത്തും കൂടി ഉയർച്ച അവർക്ക് കുറച്ചും കൂടി പ്രചോദനമാവട്ടെ. ആ പെൻഡിങ്ങുള്ള വർക്ക് അവർക്കും കൂടി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ ജിത്തും ഇനിയും ധാരാളം ഉയർച്ചകളിലേക്കുള്ള ഒരു ആദ്യ പടിയാണിത്.